ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ചെർണോബിൽ ആണവ ദുരന്തം സംഭവിച്ചിട്ട് നീണ്ട 39 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ദുരന്തഭൂമിയിൽ ആശങ്കയ്ക്ക് കാരണമാകുന്ന മറ്റൊരു പ്രതിഭാസം ഉടലെടുക്കുകയാണ്. 1986 ദുരന്തമുണ്ടായതിനു ശേഷം ഇതാദ്യമായി ആ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന നായകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ചെർണോബിൽ ദുരന്ത പ്രദേശത്ത് കണ്ടുവരുന്ന നായകൾക്ക് ഇപ്പോൾ നീല നിറമാണ്. പുറം മുഴുവൻ നീല പെയിന്റ് പുരണ്ടതുപോലെയാണ് നായകളുടെ തൊലിപ്പുറത്ത് നീലവർണം കാണപ്പെടുന്നത്. ഒന്നും രണ്ടും നായകളല്ല, ഒട്ടനവധി നായകൾ നീല നിറവുമായി കറങ്ങി നടക്കുന്നതായാണ് ഡോഗ്സ് ഓഫ് ചെർണോബിൽ എന്ന സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. നായകളുടെ ഈ വിചിത്രമായ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടതും ഈ സംഘടനയാണ്. സംഘടന പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നായകൾക്ക് നീല തിളക്കമാണ്. സംഘടനയുടെ അഭിപ്രായത്തിൽ നായകൾ കഴിഞ്ഞ ആഴ്ച വരെ സാധാരണ നിറത്തിലാണ് കണ്ടിരുന്നത്. പെട്ടെന്ന് അവ നീല നിറം അണിഞ്ഞെത്തുകയായിരുന്നു. ഈ നായകളെ പിടിച്ചു പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ എന്നും അവർ പറയുന്നു. എന്തായാലും നീല നിറത്തിനു പിറകിലെ കഥ അന്വേഷിക്കുകയാണ് ഇപ്പോൾ ലോകം. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം ഉള്ള നിഗമനം, ഈ നായകൾ ഏതോ രാസവസ്തുവുമായി സമ്പർക്കത്തിൽപ്പെട്ടായിരിക്കാം ഈ നീല നിറം വന്നത്. ചെർണോബിലെ പഴയ ഫാക്ടറികളിലും ലബോറട്ടറികളിലും ഇപ്പോഴും കൊബാൾട്ട്, കോപ്പർ സൾഫേറ്റ്, മിഥിലിൻ ബ്ലൂ തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ടെന്നും അവയുമായുള്ള സമ്പർക്കത്തിലാകാം നായകൾ നീല പെയിന്റ് അടിച്ചതുപോലെ കാണപ്പെട്ടതുമെന്നാണ് ഒരു നിഗമനം. എന്നാൽ മറ്റു ചിലരൊക്കെ പറയുന്നത് ബാഹ്യമായി പുരണ്ടതായിരിക്കാം ഈ നീല നിറം എന്നാണ്. വെള്ളം കൊണ്ട് കഴുകിയാൽ നീങ്ങുമെന്നാണ് അവരുടെ ഉപദേശം. എന്തായാലും നീലനായകൾ അത്ഭുതം ജനിപ്പിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചിട്ടുമുണ്ട്. 1986 ഏപ്രിൽ 26 ചെർണോബിൽ ആണവ നിലയത്തിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം ഉണ്ടാവുകയായിരുന്നു. മനുഷ്യരെ ഒഴിപ്പിക്കപ്പെട്ടെങ്കിലും അവിടെ ഉപേക്ഷിക്കപ്പെട്ട നായകളും വന്യമൃഗങ്ങളും പിന്നീട് ആ പ്രദേശത്തിന്റെ സ്ഥിര താമസക്കാരായി. കുറഞ്ഞത് 700 നായകളെങ്കിലും ഇപ്പോൾ ദുരന്തഭൂമിയിൽ ഉണ്ടെന്നാണ് കണക്ക്. റേഡിയേഷൻ മനുഷ്യന് അപകടകരമായി തുടരുമ്പോഴും ഈ ജീവികളെ അത് വലുതായി ബാധിച്ചിട്ടുമില്ല. അതെന്തുകൊണ്ടാകാമെന്ന് ഒരു ഗവേഷണ റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചെർണോബിലിലെ നായകളുടെ ജനിതക ഘടനയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും അവയ്ക്ക് ഇപ്പോൾ റേഡിയേഷനെതിരെ സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കുന്നു എന്നതും പഠനം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും നീല നായകളുടെ കഥ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയ അത് ചർച്ച ചെയ്ത് കൊഴിപ്പിക്കുന്നുണ്ട്. ചിലർ ഇത് ആണവ മലിനീകരണത്തിന്റെ പുതിയ ഫലമായേക്കാമെന്ന് ആശങ്കപ്പെടുമ്പോൾ മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇത് വെറും ഒരു രാസപ്രതികരണമായിരിക്കാം എന്നാണ്. നീല നിറമുള്ള നായകൾ കൂടുതൽ കാണപ്പെട്ട് തുടങ്ങിയതോടെ അവയുടെ ആരോഗ്യസ്ഥിതി ഉറപ്പാക്കാനായി വിദഗ്ധ സംഘങ്ങൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഡോഗ്സ് ഓഫ് ചെർണോബിൽ എന്ന സംഘടനയാണ് മുന്നിലുള്ളത്. 2017 മുതൽ ഈ പ്രദേശത്തിലെ നായകളെ സംരക്ഷിച്ച് അവർക്ക് ഭക്ഷണം, വാക്സിനേഷൻ, മെഡിക്കൽ സഹായം എന്നിവ നൽകുന്നുണ്ട് ഇവർ. എന്തായിരിക്കും ചെർണോബിലിലെ നായകൾ നീലനിറം അണിയുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ചെർണോബിലിൽ സംഭവിച്ചത് മനുഷ്യർക്ക് മഹാദുരന്തമായിരുന്നെങ്കിലും അവിടുത്തെ നായകൾ പ്രതിരോധ ശേഷിയുടെ പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുന്നതാണോ കാണുന്നത്? പഠനങ്ങൾ തെളിയിക്കട്ടെ.